നമ്മുടെ വണ്ടിക്ക് ഇതുവരെയും ലോഡൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ വർക്ക്ഷോപ്പിലെയും യാർഡിലെയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണിക്കാം. പിന്നെ നമ്മുടെ പുതിയ കോ ഡ്രൈവറെ കൊണ്ട് നമ്മുടെ വണ്ടി ഒന്ന് ഓടിപ്പിച്ച് നോക്കാം. ഇപ്പോൾ ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞുകൊണ്ട് വണ്ടിക്കൊക്കെ ലോഡൊക്കെ കുറവാണ്. അപ്പോൾ നമ്മുടെ കുറച്ച് വണ്ടികളൊക്കെ ഇതിനകത്ത് കിടപ്പുണ്ട്. അപ്പം ഇതിൻ്റെ സാരഥികളൊക്കെ കുറേ പേര് ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് നമുക്ക് പരിചയപ്പെടാം. സൂര്യമേടത്തിന് ഈ വണ്ടി പരിചയമുണ്ട് ഇത്? അതെ, മനസ്സിലായി. ലോഡ് വെച്ച് ആദ്യമായി വണ്ടി എടുത്തത്. അപ്പോൾ ഇത് മറന്നേക്കല്ലേ, നമ്പരൊക്കെ ഓർത്ത് വെച്ചോണം കേട്ടോ. ഇന്നലെ ലോഡ് ഇറക്കിയിട്ട് വന്നാ. ഇപ്പോൾ ലോഡ് കുറവാണല്ലോ. ലോഡ് കുറവാണ്. ഇനി അവധിയല്ലായിരുന്നു ഇവിടെയെല്ലാം. അതുകൊണ്ട് നമ്മുടെ വണ്ടി ഉൾപ്പെടെ നമ്മൾ പോകുന്ന വണ്ടി, നമ്മുടെ വണ്ടി നിർദ്ദേശമാണ്. അപ്പോൾ നമ്മൾ പോകുന്ന വണ്ടി ഉൾപ്പെടെ 7 വണ്ടിയുണ്ട് ഇപ്പോൾ ഇവിടെ. അപ്പുറം ഒരു 3 വണ്ടിയും കൂടെ കിടപ്പുണ്ട്. അപ്പോൾ 10 ഉണ്ടല്ലേ. ലോഡ് അടുത്ത ആഴ്ചത്തേനൊക്കെ ലോഡൊക്കെ ആവുള്ളായിരിക്കും. അതെ. അപ്പോൾ നമ്മുടെ വണ്ടിയിലെ കുറച്ച് സാരഥികളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പം ബാക്കിയുള്ളവരൊക്കെ വീട്ടിലൊക്കെ പോയേക്കുക ക്രിസ്മസ് ഒക്കെ ആഘോഷിക്കാനായിട്ട്. നമുക്ക് ഓരോരുത്തരെ പരിചയപ്പെടാം. ചേട്ടൻ്റെ പേര്? എൻ്റെ പേര് പ്രമോദ്. മലപ്പുറം ജില്ലയിലെ കോട്ടക്കലിൽ നിന്ന് വരുന്നു. KA53 വണ്ടി 2959 ജോലി ചെയ്യുന്നു. 2959. എൻ്റെ പേര് വിപിൻ. ഞാൻ തലപ്പറമ്പിൽ നിന്ന് വരുന്നു. എൻ്റെ വണ്ടി നമ്പർ KL7 AA3636. KL7 അല്ല കേട്ടോ, അത് പോട്ടെ, അത് കുഴപ്പമില്ല. എൻ്റെ പേര് സക്കീർ, കുറ്റിപ്പോലത്ത് നിന്ന് വരുന്നത്. വണ്ടി നമ്പർ പറഞ്ഞാൽ മതി. 24 KM53 AC. മൊത്തം കൺഫ്യൂഷനാണ്. അതെ. राजस्थान भरतपुर तहसील नगर जिला भरतपुर. गाड़ी नंबर K51 AG 1818. മന്നാന്റെ വീട്ടിൽ നമ്മൾ പോയതാ. എനിക്ക് കണ്ടപ്പോഴേ മനസ്സിലായി. അതുകൊണ്ട് പിന്നെ പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. അവിടെ നിൽക്കുന്ന മറ്റേ മന്നാന്റെ ചേട്ടനത്. नाम महबूब जलालपुर जिला भरतपुर तहसील नगर K51 AC 1818. മെഹബൂബിന്റെ വീട്ടിൽ വന്ന് പോയതാ നമ്മള്, ഓർക്കുന്നില്ലേ? जहीर खान राजस्थान जलालपुर. ഹാസൻ. ബാക്കി അടുത്ത ആൾക്കാരെന്ത്? ബാക്കി എല്ലാവരും മടിച്ച് അവിടെ നിൽക്കുക. तालिम खान जिला भरतपुर राजस्थान अलवर. മെഹബൂബിന്റെ കൂടെ വന്ന ആളാ, സെക്കൻഡ് ഡ്രൈവറാ. അപ്പോൾ ഇവിടെ ഉള്ളവരെയൊക്കെ നമ്മൾ പരിചയപ്പെട്ടു. ഇനി അതെ, ഒരാളോട് നിൽപ്പുണ്ട്, 2 പേര് അവിടെ നിൽപ്പുണ്ട്, മാറി അവരെയും കൂടെ നമുക്ക് വിളിക്കാം. നമ്മുടെ 87 അജീഷ് ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ അജീഷിന് പനിയായിട്ടിരിക്കുക. എങ്ങനെയുണ്ട്? പനിയൊക്കെ കുറഞ്ഞോ? രുചിയൊക്കെ അറിയാലോ അല്ലേ? രുചിയും മണമൊക്കെ അല്ല, അവന് ധൈര്യമായി. രുചിയും മണമൊക്കെ അറിയാം, കുഴപ്പമില്ല. അപ്പോൾ ഇത് ജീവ നമ്മൾ കഴിഞ്ഞ ദിവസം പരിചയപ്പെടുത്തി. അന്ന് സൂര്യൻ കൊണ്ട് നമ്മൾ വണ്ടി ഓടിച്ചു. അപ്പോൾ ആ വണ്ടിയിലുണ്ടായിരുന്നു. അപ്പോൾ ജീവ വീട്ടിലൊക്കെ പോയിട്ട് വന്നാ. നമ്മുടെ ആദ്യത്തെ ഡ്രൈവറുടെ മരുമോനെ, മകളെ പെണ്ണിൻ്റെ മരുമോനെ. കല്യാണത്തിന് വന്നിട്ടുണ്ടായിരുന്നു. ചേട്ടായി കല്യാണത്തിന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം എൻ്റെ സൂര്യയുടെയും കൂടെ ഫോട്ടോ എടുക്കാനായിട്ട് ഒരാൾ വന്നിട്ടുണ്ട് കേട്ടോ. പേരുണ്ടായിരുന്നു? എൻ്റെ പേര് സുനീജ്. സുനീജ്. വീടെവിടാ? മലപ്പുറം. അപ്പം എന്നാ എടുത്തോ ഫോട്ടോ? എന്നാൽ ക്യാമറാമാൻ ഒരു ഫോട്ടോ എടുത്തോ കേട്ടോ. അപ്പം നമ്മുടെ ഫ്രണ്ട്സ് 2 പേരും ഇവിടെ വന്നിട്ടുണ്ട്, അൻലിയേട്ടനും സുജ ചേച്ചി. അപ്പം എന്നാൽ ഇന്ന് നമ്മൾക്കൊന്ന് വണ്ടിയെ കയറ്റി കൊണ്ടുപോയല്ലോ സൂര്യയുടെ കൂടെ. അതെ അതെ. എന്നാണ്ട് വാർത്തയൊക്കെ? പിള്ളേരുണ്ടോ ഇവിടെ? 2 പേരും ഇവിടെ ഉണ്ടോ? ഇല്ല, പിള്ളേർ 2 പേരും ഇവിടെ ഇല്ല. ക്രിസ്മസിന് വന്നില്ലേ? അപ്പം ക്രിസ്മസിന് വന്നില്ല. അവരൊക്കെ ഓരോരോ തിരക്കില്ല. അമ്മ എന്നാ എടുക്കുന്നു? സുഖമായിട്ടിരിക്കുന്നു. 2 അമ്മമാരും ഉണ്ട്. 2 പേരും ഉണ്ടല്ലേ? ചേച്ചിയുടെ അമ്മയും വന്നിട്ടുണ്ട്. അപ്പം അമ്മമാരെ 2 പേരെ അന്വേഷിച്ചെന്ന് പറഞ്ഞു. വീഡിയോ കാണുന്നുണ്ട്, അന്വേഷിക്കുന്നുമുണ്ട്. അമ്മ ഒരു ദിവസം വീട്ടിൽ വന്നായിരുന്നു. ഞങ്ങൾ പോകാനായിട്ട് വണ്ടിയെ കയറാൻ തുടങ്ങി. അപ്പോൾ അത് 2 പേരും ഇവിടെ വന്നിട്ടുണ്ട്, 2-3 പേരുടെ. അപ്പം ഇത് അനന്തു, പേരൊക്കെ എനിക്കറിയാം. ഇടയ്ക്ക് അനന്ത് മറന്നു പോയായിരുന്നു കേട്ടോ. എന്നാലും കരിമീൻ മേടിക്കാൻ പോയത് അനന്തുവിൻ്റെ വീടിൻ്റെ അടുത്താണ്. പിന്നെ ഇത് ചേട്ടൻ്റെ റഷീദ്, ആദം. കോട്ടക്കൽ. 2 പേരും കോട്ടക്കൽ. ആണോ? അടുത്ത ട്രിപ്പ് ആയില്ലല്ലോ, ലോഡായില്ലല്ലോ ഇതുവരെ. പിന്നെ ഞാൻ വരുന്നുണ്ടെങ്കിൽ നമ്മുടെ വണ്ടി ഇപ്പോൾ ഇതാ, ഞാൻ 90% ഈ വണ്ടിയല്ല വരുന്നത്. നമ്മുടെ KL05 AL 0066. അപ്പം ഈ വണ്ടിയായിരിക്കും ഞാൻ വരുന്നത്. വേറൊരു വണ്ടിയിലും എന്നെ നോക്കണ്ട, അതിലൊന്നും ഞാൻ കാണില്ല. എങ്ങനെയുണ്ട് സുജ ചേച്ചി? അടിപൊളിയാട്ടോ. അടിപൊളിയല്ലേ? അതെ അല്ലേ? ലോറിയിലുള്ള യാത്ര അല്ലേ? അതെ അതെ, സൂപ്പറാ. അതെ അതെ, ഓർക്കാപ്പുറത്ത് വന്നത് കയറാൻ പറ്റി. വണ്ടിയൊക്കെ നമ്മുടെ ഓഫീസിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടിട്ട് അവർ സുജ ചേച്ചി ലേട്ടനൊക്കെ പോയി. അപ്പോൾ അതെ, നമ്മുടെ ഓഫീസിൽ 2 ഭയങ്കര വർക്കാണ് കേട്ടോ ഇവർ.
എന്തൊരു ഭയങ്കര പണിയാന്നൊക്കെ. ഫോണാ നോക്കിക്കൊണ്ടിരിക്കുക. ആള് ഭയങ്കര കണക്കെഴുത്താ. നമ്മുടെ അക്കൗണ്ടന്റ് കേട്ടോ ഈ ഇരിക്കുന്നത് സിജോ. ഹായ്. പോണ്ടേന്ന്. അതാ ഒരു വിഷമം ഇപ്പൊ. മൈസൂറിനോ? മൈസൂറിന് പോയാൽ നമ്മൾ പെട്ടെന്ന് വരികയല്ലേ അല്ലേ? കുറച്ച് ലോങ് പിടിച്ചാലോ? അത് ശരിയാ. നോക്കാം. ചുമ്മാ കിടക്കുന്നതിൽ ലോഡുണ്ട്, ചെറിയ ലോഡാണെന്നുള്ളൂ. ലോഡുണ്ട് പോന്നോ? ഇങ്ങനെ അത്രയുണ്ട്. കഴിഞ്ഞ ആഴ്ച ഉണ്ടായിരുന്നു. ഉണ്ടോ? അല്ല, ഞങ്ങൾക്ക് ഇച്ചിരി ലോങ് മതി. ചെറിയ ട്രിപ്പൊന്നും പോകല്ല കേട്ടോ. ചെറിയ ട്രിപ്പ് നമുക്ക് സമയമില്ലാത്തപ്പോൾ നമുക്ക് പെട്ടെന്ന് ചെറിയ ട്രിപ്പൊക്കെ പോകാം. ചെറിയ ട്രിപ്പും ഇല്ല, വലിയ ട്രിപ്പും ഒന്നുമില്ല ഇപ്പം. ലോഡേ ഇല്ല. ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞോണ്ടാ ലോഡെല്ലാം പൊതുവെ മടുപ്പാ. 2 ദിവസം കൊണ്ടായിക്കോളൂ. ന്യൂ ഇയർ ആവുമല്ലോ. അതെ. ഇനിയിപ്പോ ന്യൂ ഇയർ കഴിഞ്ഞ് പോകാൻ നോക്കും അന്നേരം. നമ്മുടെ 2-3 വണ്ടി ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ ഇതിനൊക്കെ കുറച്ച് പണികളൊക്കെ ഉണ്ട്, അതൊക്കെ നടന്നുകൊണ്ടിരിക്കുക. ഇത് നമ്മുടെ പാച്ചനാട്ടോ, സന്തോഷേട്ടൻ. സാധാരണ ലോഡറൊക്കെ ഇട്ട് വരുമ്പോഴേ നോർമൽ ഒരു വണ്ടിക്ക് എന്തൊക്കെ പണികൾ ചെയ്യും നമ്മൾ വരുമ്പോൾ മെയിനായിട്ട് നോക്കുന്ന കാര്യങ്ങൾ ടയറിൻ്റെ എല്ലാം എയർ ചെക്ക് ചെയ്യും. എന്നുവെച്ചാൽ ഓരോ ട്രിപ്പും എയർ വേരിയേഷൻ ഉണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്യും. ഗ്രീസ് അടിക്കും, ലൈനർ നോക്കും, പിന്നെ എയർ ഫിൽറ്ററൊക്കെ അഴിച്ചൊന്ന് എയർ അടിക്കും, പിന്നെ ബാറ്ററിക്കകത്ത് ആസിഡൊക്കെ കറക്റ്റ് ഉണ്ടോ എന്ന് നോക്കും. ബാക്കി പിന്നെ ഓൾ ഇൻ ഓൾ എല്ലാം ഒന്ന് നോക്കും. പിന്നെ വണ്ടി ഡ്രൈവർമാർ വരുമ്പോൾ എന്തെങ്കിലും പറഞ്ഞാൽ പ്രത്യേകിച്ച് കംപ്ലൈൻറ്റ് എന്തെങ്കിലും പറഞ്ഞാൽ അതും ചെയ്യും. അപ്പോൾ അതൊക്കെ നോക്കി ക്ലിയർ ചെയ്ത് വിടുക. അത് ഓരോ ട്രിപ്പ് പോയിച്ച് വരുമ്പോഴും എല്ലാ വണ്ടി ഇങ്ങനെ ചെക്ക് ചെയ്തിട്ടാണ് വിടുന്നത്. പിന്നെ സർവീസുകളൊക്കെ നമ്മൾ കമ്പനി തന്നെയാണ് വിടുന്നത് കൂടുതൽ. ഇപ്പോൾ ഇത് നമ്മുടെ അരുണ കേട്ടോ. അരുണാണ് നമ്മുടെ വണ്ടിയുടെ മെയിൻ്റെനൻസ് കാര്യങ്ങളൊക്കെ നോക്കുന്നത്. എക്സ് ഡ്രൈവർ പഴയ ഡ്രൈവറായിരുന്നു. സൂര്യ ഇവിടെ വെയിറ്റ് ചെയ്യുക വണ്ടി ഓടിക്കാനായിട്ട്. കാത്തിരിക്കുക അല്ലേ? അതെ. നമുക്ക് കയറി എടുത്തോ. ഇന്ന് വേറെ ആളും കൂടെ ഉണ്ട് കേട്ടോ. ആണോ? ഇന്നോടെ നോക്കി പഠിച്ചോ കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർത്തോ ഇപ്പം. ഈ വണ്ടി ഓടിച്ചിട്ടില്ല അല്ലേ? ഇല്ല. അതും ഇതെല്ലാം ഒരുപോലെ തന്നെയാണ്. പിന്നെ അമ്മയുടെ ഡ്രൈവിംഗ് കാണാൻ ഒരാളും കൂടെ ഉണ്ട് കേട്ടോ. കഴിഞ്ഞ ദിവസം നമ്മുടെ കൂടെ ഇല്ലാഞ്ഞ ആളാണ്. അതൊക്കെ വണ്ടിയുടെ ഒരു മൂലയ്ക്ക് കയറി ഇരിപ്പുണ്ട്. അതെ, കുഞ്ഞിക്കണ്ണൻ. ഇപ്പൊ മൂലക്കല്ലാതെ ഇപ്പൊ ഫ്രണ്ടിൽ ഇരിക്കേണ്ട ആളാ. ഇനിയിപ്പോ സൂര്യക്ക് കൊടുത്തേക്കാന്നാ. ഓടിച്ചോ. അതെ. ചാടി ഇറങ്ങി വരൂ. പോട്ടെ. എങ്ങനെയുണ്ട് ഈ വണ്ടി ഓടിച്ചിട്ടെ? കുഴപ്പമില്ലേ? ലോഡ് വണ്ടി ആയതുകൊണ്ട് കാലങ്ങ് കൊടുക്കുന്നതിനും പെട്ടെന്ന് ഗിയറും ചേഞ്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഏത് ലോഡ് വണ്ടി ആയതുകൊണ്ട് അത് മനസ്സിലായില്ല. അതാ ഞാനോർത്ത് ലോഡ്. ഞാനോർത്ത് ഇന്നലത്തെ ഓർമ്മയ്ക്ക്, കഴിഞ്ഞ ദിവസത്തെ ഓർമ്മയ്ക്ക് ആ വണ്ടിയുടെ കാര്യമാണ് ഈ പറയുന്നത്. കാലുവണ്ടിന്ന് ഉദ്ദേശം മാറിപ്പോയി. ആ 2 വര കണ്ടോ? വെള്ള വര, അതിന്റെ 2 സെന്ററായിട്ട് നിന്നാ മതി. സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരാളും കൂടെ വണ്ടിക്കകത്ത് ഇരിപ്പുണ്ട് കേട്ടോ, ചോദിച്ചാ മതി. ആരാ? കുഞ്ഞിക്കണ്ണൻ, ഭാവിയിലെ ഡ്രൈവർ. അവൻ മിണ്ടായിരിക്കുക അവിടെ. അവനെല്ലാ കാര്യങ്ങളും അറിയാം. എടാ പറഞ്ഞു കൊടുക്കടാ അമ്മക്ക്. അവനാ അമ്മയും കൊണ്ട് കാറും കൊണ്ട് പോകുമ്പോഴൊക്കെ ആദ്യം പറഞ്ഞു കൊടുത്തോണ്ടിരുന്നത്. അവനെന്ന് പറഞ്ഞാൽ അച്ഛയുടെ കൂടെ എപ്പോഴും വണ്ടിയെ പോവല്ലേ, അപ്പൊ നടക്കുന്നോണ്ട് അറിയാം എല്ലാ കാര്യങ്ങളും അറിയാം. ഇപ്പോഴത്തെ ഈ ഡ്രൈവ് സീറ്റ് സ്റ്റിയറിംഗും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതുകൊണ്ട് നിങ്ങൾക്കൊക്കെ ഓടിക്കാൻ പറ്റും. ഇല്ലെങ്കിൽ പണ്ട് എങ്ങനെയാണെന്നറിയോ, ഇതിപ്പം സ്റ്റിയറിംഗ് വേണേൽ പൊക്കം കൂട്ടി വെക്കാം, കുറച്ച് വെക്കാം, അടുത്തേക്ക് ചേർത്ത് വെക്കാം, അകത്ത് വെക്കാം. അതുപോലെ ഡ്രൈവിംഗ് സീറ്റ് പൊക്കം കൂട്ടാം, കുറയ്ക്കാം, മുന്നോട്ട് നീക്കാം, ആ ചാര് ചായച്ചിടാം. അപ്പൊ ഇതെല്ലാം ചെയ്യാം. അത് പണ്ടൊക്കെ എങ്ങനെയാന്ന് ചോദിച്ചാലേ, ഈ ലൈലൻഡ് വണ്ടിയിൽ ചേസ് വന്ന് ബോഡി കെട്ടുമ്പം അതെല്ലാം ഡ്രൈവിംഗ് സീറ്റ് വരും. അതെടുത്തൊക്കെ എടുത്ത് പൊക്കം വിടും. എന്നിട്ട് ഒരു പൈപ്പ് കൊണ്ട് പണിത് പ്ലാസ്റ്റിക് കെട്ടി കസേര പോലെ ഒരു സാധനം ഫിക്സ് ആയിട്ട് അവിടെ അങ്ങ് പിടിപ്പിച്ചു വെക്കും. അത് വണ്ണമുള്ളവരും കാലിന് നീളമുള്ളവരും കുറഞ്ഞവരും ഒക്കെ ഇതിലിരുന്ന് ഓടിച്ചോണം. എങ്ങനെയും ഒരു അഡ്ജസ്റ്റ്മെന്റും ഇല്ല, സീറ്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും. അതൊക്കെയാണെങ്കിൽ ഭയങ്കര പാടുപെട്ടത് നിങ്ങളൊക്കെ ഓടിക്കാൻ. അതാ പറഞ്ഞേ. നമ്മുടെ ഒരാൾ വന്നിട്ടുണ്ട്. എവിടെ പോയായിരുന്നു? ഇവിടെ വർക്ക്ഷോപ്പ് വരെ വന്ന ബൈക്ക് എടുക്കാൻ. ആണോ? വീട് എവിടാ? വീട് വാത്താനം. പേരെന്നാ? തോമസ്. ഇപ്പൊ എങ്ങോട്ടാ ഇനി അടുത്ത ലോഡ് ആയില്ല ഇതുവരെ. ആയില്ല. ഞങ്ങൾ ചുമ്മാ സൂര്യൻ കൊണ്ടൊന്ന് ഇറങ്ങിയതായിരുന്നു. ഞാൻ വണ്ടി അവിടെ വർക്ക്ഷോപ്പിൽ നിന്നപ്പോഴേ കണ്ട് പാസ് ചെയ്ത് തോന്നി. ഞാൻ നമ്പർ നോക്കി 66 അങ്ങനെ പുറകെ വന്ന അമ്മയും ചേച്ചി ഒന്ന് വീഡിയോ കോൾ വിളിക്കാം. അമ്മയ്ക്ക് സ്ഥിരം കാഴ്ചക്കാരാ. കണ്ടിട്ടുണ്ടോ എവിടെയും?
അമ്മ ഒട്ടും പ്രതീക്ഷിച്ചില്ലല്ലേ? ഞങ്ങളെ ഇപ്പൊ വഴി വെച്ച് കൈ കാണിച്ച് നിർത്തിയതാ. ആ ആ മോളെ പേരെന്നാ? ചേച്ചിയെ കാണാൻ പറ്റില്ല. മോളെ കാണത്തില്ല. ആ ഹായ്. അനിയത്തി ഇതേ വണ്ടിക്കകത്തിരിപ്പുണ്ടോ? കുഞ്ഞിക്കണ്ണ നോക്കണം കേട്ടോ, ഗിയറൊക്കെ കൊടുക്കുന്നത് ശരിയാണോന്നൊക്കെ നോക്കണം. ഇല്ല പറഞ്ഞു കൊടുക്കണം കേട്ടോ. നേരത്തെ കാർ ഓടിക്കുമ്പോഴേ ഗിയർ മാറി പോവായിരുന്നു. അമ്മ ഇത് ഏത് ഗിയറാ ഇട്ടേന്ന് അവൻ അവൻ കാണുമ്പോഴേ മനസ്സിലാവും. നമുക്ക് അത്രയും മനസ്സിലാവുമല്ലേ. അപ്പോഴേ ഈ ട്രിപ്പ് ഞങ്ങളുടെ കൂടെ വരുന്നോ? ഈ ട്രിപ്പ് ഇല്ല. ഇല്ലേ? അതിന് പിള്ളേർക്ക് എക്സാം വരുന്നു. താമക്കുട്ടിക്ക് പനിയൊക്കെയാ. പോയിട്ട് വന്നതിന്റെ താമക്കുട്ടിക്ക് നല്ല പനിയും ജലദോഷവും എല്ലാം ആയി. പിന്നെ എക്സാം ആയിട്ടുണ്ട്. അപ്പം ഇനി ഒരിക്കലാവാം. കയറ്റമൊക്കെ കയറുമ്പോ ശാലോടെ കാല് കൊടുക്കണം. നമ്മള് മണർകാടായി കേട്ടോ. മണർകാട് ആറായി. അപ്പറേ എങ്ങനെ ഇട്ട് തിരിക്കാം. ഈ പ്രാവശ്യം തന്നെ നമ്മള് പഴയ കോ ഡ്രൈവറെ കൊണ്ട് തന്നെ പോകണം അല്ലേ? പഴയ കോ ഡ്രൈവറെ കൊണ്ട് പോവാ അല്ലേ? അവിടെ ഇട്ട് തിരിക്കാം. ഇച്ചിരി വഴിയിലൊക്കെ ഇച്ചിരി തിരക്കുണ്ട്. അതുകൊണ്ട് മെയിൻ ഡ്രൈവറോ ക്യാമറമാനോ ഒന്ന് തിരിക്കാവോ? വിനയത്തോടെ വിനയം. റോഡ് ബ്ലോക്ക് ആകണ്ടെങ്കിൽ മൊത്തമായിട്ട് റോഡ് ബ്ലോക്ക് ആക്കി എന്ന് പറയരുത്. അതുകൊണ്ടല്ല, എന്നാ പിന്നെ ഞാൻ തിരിക്കാം. ഇതുണ്ടോ ഇതിന്റെ സീറ്റേ? ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇതിപ്പം സൂര്യ ഇത്രയും ഇതുണ്ടോ? ഇത്രയും വേണേ പൊക്കി വെക്കാം. താത്ത് വിടണമെങ്കിൽ ഇത് ഇത്രയും സെറ്റിംഗ് ഇവിടെ ഉണ്ട്. ഇത് സീറ്റ് മുന്നോട്ടിടണം, ഇത്ര ഇടാം, പുറകോട്ടിടാം. സൗകര്യം. അല്ല പണ്ട് ഇങ്ങനൊന്നും ഇല്ല. അതുപോലെ ഇതുണ്ടോ സീറ്റ് അങ്ങോട്ട് ചായച്ചിടാം. ഇതൊക്കെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് വെക്കാം. പക്ഷെ പണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനല്ല. കണ്ടോ? അതുപോലെ സ്റ്റിയറിങ് ഇതുണ്ടോ, ഇങ്ങനെ വേണേ ഇടാം, ഒക്കെ വേണം വെക്കാം. എങ്ങനെ വേണേലും നമുക്ക് താത്ത് വെക്കണമെങ്കിൽ വെക്കാം, പൊക്കി വെക്കണമെങ്കിൽ വെക്കാം, എങ്ങനെയല്ല അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് നല്ല സുഖമാണ്. പണ്ടൊക്കെ അങ്ങനല്ല, സ്റ്റിയറിങ് ഒരേ സ്റ്റഡി ആയിട്ട് നിൽക്കും, ഡ്രൈവിംഗ് സീറ്റും ഒരേപോലെ ഇരിക്കും. അത് നല്ല സൈസായിട്ടുള്ള ആൾക്കാരും അല്ലെങ്കിൽ കാലിന് നീളക്കുറവും മണം ഇല്ലാത്ത ആൾക്കാർ കയറിയില്ലോ അതിലിരുന്ന് എങ്ങനെയും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഓടിച്ചോണം. അപ്പോൾ അതുകൊണ്ട് നല്ല സൗകര്യമാണ്. അതുകൊണ്ട് നിങ്ങൾക്കൊക്കെ ഓടിക്കാനും നല്ലതാണ്. അല്ലേ? സി ലോറിയുടെ ഒക്കെ പോലെ ആണല്ലേ? എന്നാ ചെയ്യും? ബെഞ്ച് പോലെ. ബെഞ്ച് പോലെ അതൊക്കെ ഓടിക്കാൻ പറ്റിയ പാടാ. എനിക്ക് ലൈസൻസ് എടുക്കാൻ പോയപ്പോ റോഡേ ഓടിക്കാൻ തന്നായിരുന്നത്. ലോറി നിങ്ങക്ക് തന്നായിരുന്നോ? എനിക്ക് ബസ്സായിരുന്നു. ബസ് മാത്രമേ ഉള്ളായിരുന്നു അല്ലേ? അതും സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനൊന്നും പറ്റുമല്ലോ, അവരല്ല. അതൊക്കെ വലിയ പാടാ ഓടിക്കാൻ. പിന്നെ അന്നൊന്നും ആ സൈസ് സീറ്റുകളേ ഉള്ളൂ. അതെ. ഇപ്പൊ നല്ല സൗകര്യങ്ങളായി. കാറ് പോലെ തന്നെ എല്ലാം ലോറിയിലേക്കും ബസ്സിലേക്കും ഒക്കെ ആയി. കാലം മാറിയില്ലേ? അതെ. സൂര്യ ക്യാമറമാൻ തിരിക്കാൻ പോകുന്നുണ്ട് കേട്ടോ. അപ്പൊ തിരിച്ചു പഠിച്ചോണം. ഇവിടെ ഇട്ട് തിരിച്ചേക്കാം. കണ്ടുപഠിച്ചോ? ഒറ്റ വഴിക്ക് തിരിക്കാൻ പറ്റുമോ നോക്കാം. അല്ല, താഴോട്ട് പോയ പമ്പുണ്ടല്ലേ, ആ പമ്പിലിട്ട് കയറ്റി തിരിക്കാം. അതായിരിക്കും ഇച്ചിരി. ഇവിടെ വേണേ തിരിക്കാം. ഇവിടെ ഒറ്റയടിക്ക് തിരിയുമായിരിക്കും. തിരിക്കാം. കോ ഡ്രൈവർ പറഞ്ഞു കേട്ടോ തിരിയൂന്ന്. അപ്പൊ തിരിക്കാൻ അറിയത്തുമില്ല. കണ്ടപ്പോ മനസ്സിലായി തിരിയൂന്ന്. അവര് കാറ് കിടപ്പുണ്ട്, അതുകൊണ്ട് പാടാ. കാർ അവിടെ ഇല്ലായിരുന്നു, നമുക്ക് ഒറ്റയടിക്ക് തിരിഞ്ഞു പോകാം. കാറില്ലായിരുന്നെങ്കിൽ ഒറ്റയടിക്ക് പോയാൽ അത്രേ ഉള്ളു കാര്യം അല്ലേ? അത്രയും കാര്യമേ ഉള്ളൂ. എന്നാ നമുക്കിനി തിരിച്ചു പോയേക്കാം അല്ലേ? തിരിച്ചു പോയേക്കാം. അങ്ങനെ ഓടിക്കല്ലേ, സൂര്യ ഓടിക്കല്ലേ? എന്നാ ഇനി സൂര്യക്ക് തന്നെ കൊടുത്തേക്കാം അല്ലേ? കേട്ടോ, പഠിച്ചു വരുന്നുണ്ട്. പിന്നെ കുഴപ്പമില്ല, പുരോഗമനമുണ്ട്. അതെ അതെ. നമുക്കൊരു കോ ഡ്രൈവർ ആയി. അതൊക്കെയായാലും ദാമക്കുട്ടിയും കൂടെ കൊണ്ടുപോകേണ്ടി വരും. അതാ സാരമില്ല, നമുക്കൊരു തൊട്ടിക്കകത്ത് കിടക്കുകയല്ലേ. അത് സാരമില്ല. മറ്റേ ഒരു വണ്ടിയില്ലേ തള്ളിക്കൊണ്ട് പോകുന്നത്, അതുകൊണ്ട് ഒരു സാധനം മേടിച്ച് അതിനകത്തോട്ട് വെക്കാം. എന്നാലും ഇരിക്കുകയല്ലായിരിക്കും. അത് കുഞ്ഞു പിള്ളേരെ പറ്റുള്ളൂ. കുഞ്ഞു പിള്ളേരെ ഇരിക്കുള്ളൂ. അതിനകത്തൊന്നും ദാമക്കുട്ടി ഇരിക്കുകയല്ല, കയ്യിലിരിക്കുകയല്ല. അന്നേരം അതൊക്കെ നമുക്ക് എന്തെങ്കിലും മാർഗം ഉണ്ടാക്കാന്നേ. നമ്മളെ കഴിഞ്ഞ ദിവസം നമ്മുടെ ട്രെയിലറിന്റെ തല മേടിച്ചോണ്ടല്ലേ നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് വന്നത്. അപ്പോൾ അതിന്റെ കുറച്ച് വോയിസ് ഒക്കെ ഞങ്ങൾ പറഞ്ഞായിരുന്നു വണ്ടിയെക്കുറിച്ചൊക്കെ. പക്ഷെ അത് നമ്മുടെ മൈക്ക് എററായി പോയിട്ട് സൗണ്ടിന് പ്രശ്നം വന്നുകൊണ്ടാണ് പിന്നെ അത് ഇടാൻ പറ്റാഞ്ഞത്. അപ്പോൾ നമുക്ക് ഇന്ന് നമ്മുടെ വണ്ടിയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാം. ആ വണ്ടി ഭാരത് ബെൻസിൻ്റെ 2017 മോഡല് 4023 വണ്ടിയാണ്. അപ്പോൾ ആ വണ്ടിക്ക് പല പേരിൽ ആ വണ്ടി അറിയപ്പെടും.
പ്രൈം മൂവർ എന്ന് പറയും, പിന്നെ ട്രാക്ടർ ഹെഡ് എന്ന് പറയും, പിന്നെ ജീപ്പ് എന്ന് പറയും അല്ലേ? ട്രാക്ടർ ട്രെയിലർ എന്ന് പറയും. അതെ, ട്രെയിലർ ജീപ്പ് എന്ന് പറയും. അങ്ങനെ പല പേരിലേ വണ്ടി അറിയപ്പെടുന്നത്. എങ്ങനെ വേണേലും പറയാം. അതെ, പിന്നെ തലയും കാലും എന്നൊക്കെ വേണേലും നമുക്ക് പറയാം. പാലെന്ന് പറയാൻ പറ്റില്ല, തല മാത്രം. പാല് നമുക്ക് മേടിക്കണമല്ലോ. അപ്പൊ നമ്മുടെ ഈയിടെ പഴയ 2 വണ്ടി നമ്മൾ കൊടുത്തായിരുന്നു. അപ്പൊ 2 വണ്ടി കൊടുത്തിട്ട് നമ്മൾ 1 വണ്ടി മേടിച്ചു. അതെ, ഒരു വ്യത്യസ്തമായ വണ്ടി. അതെ, 2 വണ്ടി ഈയിടെ കൊടുത്തു. പിന്നെ നേരത്തെ ഒരു 3-4 വണ്ടി കൊടുത്തായിരുന്നു. അപ്പം അന്നേരം ഒരു വ്യത്യസ്തമായ ഒരു വണ്ടി ഇരിക്കട്ടെന്നുണ്ട്. ട്രെയിലറൊക്കെ എല്ലാവർക്കും ഓടിക്കാവല്ലോ, ആ ഒരു ഓർമ്മയിലും കൂടെ കൂടി. എളുപ്പമാണല്ലോ. ഞാനാണേലും ട്രെയിലർ ഓടിച്ചിട്ടില്ല, അപ്പൊ അതുകൊണ്ടുകൂടെ കൂടി ഒരു വണ്ടി നമ്മൾ എടുത്തെന്നുള്ളേ ഉള്ളൂ. അത് അവിടെ കമ്പനിയിൽ നിന്ന് അങ്ങനെ ഡെലിവറി തന്നതുകൊണ്ട് ചിലരെങ്കിലും അത് പുതിയ വണ്ടിയാണെന്ന് ഓർക്കുന്നുണ്ട്. പുതിയ വണ്ടി അല്ലത്, പഴയ വണ്ടിയാണ്, 2017 വണ്ടിയാണ്. അപ്പം അതിലെ പേരൊക്കെ എന്ന് പറഞ്ഞാൽ അത് ആ M10 ലോജിസ്റ്റിക് എന്ന് പറഞ്ഞ അവരുടെ വണ്ടിയായിരുന്നു. അവരോട് നമ്മൾ മേടിച്ചതാണ്. വെക്കണം, അത്രേ ഉള്ളൂ. പിന്നെ കുറച്ച് പേര് ചോദിച്ചായിരുന്നു ആ വണ്ടിക്ക് AC ഇല്ലേ? ഭാരത് എല്ലാ വണ്ടിക്കും ഒന്നുമില്ല, AC വേണ്ടെന്നും പറഞ്ഞ് എടുക്കുന്നവർക്ക് AC ഇല്ലാതെയും കൊടുക്കുന്നുണ്ട് വണ്ടികൾ. നേരത്തേക്ക് ഇപ്പം പിന്നെ ഒരുവിധം എടുക്കുന്നവർ എല്ലാവരും തന്നെ AC ഉള്ള വണ്ടിയാണ് എടുക്കുന്നത്. അപ്പോൾ AC വേണ്ടെന്ന് പറഞ്ഞാൽ എടുക്കുന്നവരും ഉണ്ട്. അപ്പോൾ അങ്ങനെ ആ വണ്ടിക്ക് അന്ന് AC ഇല്ലാതെ അവരെടുത്താണ്. അപ്പോൾ നമ്മളത് AC കമ്പനി തന്നെ AC കയറ്റാൻ വേണ്ടി എറണാകുളത്ത് ഭാരത് ഷോറൂമിൽ അന്ന് കൊടുക്കുക. ചിലപ്പം കയറ്റി കഴിഞ്ഞാണ് വൈകുന്നേരം വേണേൽ പോയി എടുക്കാൻ പറ്റുമായിരിക്കും. പിന്നെ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടേതായ രീതിക്ക് കുറേ പണികളൊക്കെ ചെയ്യാനുണ്ട്. പഴയ വണ്ടി എടുക്കുമ്പോൾ കുറേ ചില്ലറ പണികളൊക്കെ ഉണ്ടാവും. വണ്ടി കുലുക്കാതെ ഓടിക്കും കേട്ടോ. ചേച്ചിക്ക് പണ്ട് ഗ്ലാസ്സിൽ വെള്ളം വെച്ച് കൊടുത്ത പോലെ എന്നെ പരീക്ഷിക്കുന്നു. എവിടെയോട്ട് ഗ്ലാസ്സിനകത്ത് വെള്ളം വെച്ച് എന്നിട്ട് വെള്ളം തുളുമ്പാതെ ഓടിച്ചോളെ. അതുകൊണ്ട് കുലുക്കാതെ ഓടിക്കേ. ആന വരുന്നു. അതെ, ഇത്തിക്കാട്ട് ആനവണ്ടി. നമ്മളെ അവിടെ പിന്നെ നമ്മളാ ട്രെയിലറിന്റെ ഹെഡ് എടുക്കാൻ പോയപ്പോഴേ അവിടെ കണ്ടോ ഓട്ടോമാറ്റിക് വണ്ടി കണ്ടോ? ഭാരത് ഓട്ടോമാറ്റിക് ഇറങ്ങിയിട്ടുണ്ട്. അതിപ്പം എല്ലാവർക്കും കൊടുക്കാനായിട്ടില്ല, തുടങ്ങിയിട്ടില്ല. അത് അവർക്ക് വലിയ ഒത്തിരി വണ്ടികളുള്ള ആൾക്കാർക്ക് ഇത് ടെസ്റ്റിങ്ങിനൊക്കെ ആയിട്ട് വണ്ടി കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഒരു ഓട്ടോമാറ്റിക് മേടിക്കാം അല്ലേ? നമുക്ക് ആ വണ്ടി ഇറങ്ങുമ്പോഴാട്ടോ അന്നേരം മേടിക്കാം. അന്നേരം ചുമ്മാ ഈസിയാ ഓടിക്കാൻ. അവിടെ 2-3 വണ്ടി ഉണ്ടായിരുന്നു. ഭയങ്കര എളുപ്പമായിരിക്കും ഓടിക്കാനേ. നമ്മൾ കാർ ഓടിക്കുന്ന പോലെ ഓടിക്കാം. ഡ്രൈവിംഗ് ടെസ്റ്റ് ഇവിടെ ആയിരുന്നോ? എന്റെ റോഡ് ഇവിടെ ആയിരുന്നു. അവിടുന്ന് ഒരു കുറച്ച് ദൂരം ഓടിച്ച് ഇവിടെ കൊണ്ടുവന്ന് നിർത്തി. ശരി. ഇവിടുന്ന് നമ്മുടെ ഓഫീസിന്റെ അങ്ങോട്ട് പോകുന്ന ഇച്ചിരി വീതി കുറഞ്ഞ വഴിയാ. പോന്നോ? അപ്പൊ അത് ഇച്ചിരി കഴിയട്ടല്ലേ? ഇച്ചിരിയുടെയൊക്കെ എക്സ്പീരിയൻസ് ആണ്. പിന്നെ കോ ഡ്രൈവർ പൊളിയല്ലേ? അടിപൊളിയല്ലേ? അതെ, പിന്നെ ബാക്കിയൊക്കെ ഞങ്ങൾ കൊണ്ടുപോയി അതെ, നമ്മുടെ പ്രേക്ഷകർ ചിരിച്ചു മടുക്കും. കാണാൻ പോകുന്നതേ ഉള്ളൂ. കാണാൻ പോകുന്ന പൂരം എന്തിനാ പറയുന്നത്? അതെ, കോ ഡ്രൈവറെ ഫുൾ ടൈം ചിരിയാ. അതാണ്, അതുകൊണ്ട് നമുക്കും ചിരിക്കാമല്ലോ. അതെ, ചിരിച്ച മുഖമാണ് എപ്പോഴും. അതെ അല്ലേ? അപ്പൊ ഈ 2 പേരും കൂടെ ഈ ഒരു ഷാളും കൊണ്ടാണോ പോകുന്നത്? വണ്ടി ഓടിക്കാൻ നേരത്തെ ഒരു അസൗകര്യം ആയതുകൊണ്ട് ഊരിയിടും. അത് അടുത്ത ആള് അത് കൊള്ളാലോ. ഇവിടുന്ന് ഈ വഴിയിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങുന്നിടം ഇച്ചിരി കറക്റ്റ് വീതിയേ ഉള്ളൂ. വണ്ടി അത് നോക്കിയെടുക്കണം. ട്രാൻസ്ഫോമറും ഉണ്ട്. പിന്നെ 2 മതിലിന് വഴിയാണ് പോകേണ്ടത്. അതുകൊണ്ടാണ് നമ്മുടെ കോ ഡ്രൈവറെ മാറ്റി വെച്ചേ. വെറുതെ മതിൽ കളയണ്ടെന്ന് ഓർത്തോണ്ടാണോ? അതെ, ഞാൻ പറഞ്ഞാൽ നമ്മുടെ ഡ്രൈവർമാർ വന്നാലും മതിലെ കൊണ്ട ചാരുന്നേ പതിവാ. അപ്പൊ പിന്നെ സൂര്യ ഇന്നലെ ഓടിക്കാൻ തുടങ്ങിയ സൂര്യ കൊടുത്ത് എന്തിനാ വെറുതെ ഒരു പണി ഉണ്ടാക്കുന്നത്? അതെ, നമുക്ക് ഇങ്ങോട്ടാണ് ഇറങ്ങി പോകേണ്ടത്. ഇതുണ്ട്, ഈ 2 മതിലിനിടയ്ക്കൂടെ പോകണം. കേട്ടോ, നേരെ ഇറക്കിട്ടോ. പിന്നെ തിരിക്കാം. പോട്ടെ, കുറേ ഒരു സൈഡ് പറഞ്ഞു കൊടുക്ക്. കുറേലൊക്കെ ഉണ്ടായിരിക്കണോ? തിരിച്ചിട്ടോ കേട്ടോ. സൈഡ് ഗ്ലാസ് നോക്കി സൈഡ് പറഞ്ഞു കൊടുക്ക്. മതിലുണ്ട് കേട്ടോ പുറകിൽ, നോക്കണം. മുന്നോട്ട് എടുത്തോളാം കേട്ടോ. ഓടിക്കാൻ നല്ല ബാലൻസ് ആണല്ലോ അല്ലേ? സൈഡിലിരുന്ന് ഓടിക്കാൻ. ഇപ്പോഴേ ഇതൊക്കെ നോക്കി മനസ്സിലാക്കണം കേട്ടോ. മതി, ഇനി വലുത് നേരെ ആക്കിയാൽ മതി. 1-2 വണ്ടിയേ
ലോഡ് കയറ്റാനൊക്കെ ആയിട്ട് പോയെന്ന് ആ തോന്നുന്നു. ഇതും പോകാൻ തോന്നുന്നല്ലേ? അതെന്തെങ്കിലും പണിയാണോ അങ്ങോട്ട് എടുത്തോണ്ട് പോവാ? ആ അപ്പുറത്തോട്ടില്ലേ വർക്ക്ഷോപ്പിലോട്ട്. ആ വണ്ടിയുടെ പുറകിലോ. ആ പോട്ടെ, മുതലൊന്നും കുഴപ്പമില്ലല്ലോ. കുഴപ്പമില്ല പോട്ടെ. ആ അങ്ങനെ തന്നെ പോട്ടെ. ആ കണ്ടോക്കോ എങ്ങനെയാന്ന് കണ്ടോ? കാണാൻ നല്ല രസം. കാണാൻ നല്ല രസം. ആ ഇങ്ങനെ ഓടിക്കണം കേട്ടോ. ഇപ്പൊ വന്ന് ഇത് വണ്ടിയുടെ പുറകിൽ മറ്റേ വണ്ടി കിടന്നിടത്ത് കറക്റ്റ് വന്ന കണ്ടോ? ആ ഇവന്റെ അവധി തീരാറായല്ലോ, അല്ലെ നമുക്ക് ഇവനെയും കൊണ്ട് പോകായിരുന്നു ഈ ട്രിപ്പ്. ഒരാഴ്ച ലീവ് എടുത്താൽ പോരെ? പോയാലോ? പരീക്ഷയോ? അതെന്നാ? ആ പരീക്ഷയ്ക്ക് മുമ്പ് തിരിച്ചു വരാമല്ലോ. ഒരു വർഷവും കൂടെ 7ാം ക്ലാസ്സിൽ പഠിച്ചാൽ അതിനാടാ. ഓ പഠിക്കാൻ എന്നാ ഇൻട്രസ്റ്റ് ഉള്ള പയ്യനാണ്. പരീക്ഷകളൊന്നും ഞങ്ങൾ വിടാറില്ല. എന്നാ പിന്നെ ഇനിയിപ്പോ എങ്ങനെ എന്നാ വലിയ അവധിക്കാട്ടല്ലേ? വലിയ അവധിക്ക് എന്തായാലും കൊണ്ടുപോകും ഉറപ്പായിട്ട്. അപ്പൊ ഇന്റർവ്യൂ ഒക്കെ പറയുന്ന കുഞ്ഞിക്കണ്ണനായിരിക്കും. ഹായ് ഗൈസ് എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലേ? പണ്ട് പറഞ്ഞ് ഓർക്കുന്നുണ്ട് നമ്മൾ ഇന്ന് ഇവിടെ പോയപ്പോ തിരിച്ചങ്ങോട് പോയപ്പോ വണ്ടി പണിയാൻ പോയപ്പോ വ്ളോഗില്ലായിരുന്നു. അന്നേരം പറയാനൊക്കെ നല്ല ഇൻട്രസ്റ്റ് ആയിരുന്നു. പക്ഷെ വ്ളോഗ് തുടങ്ങിയപ്പോ അവന് പറയാനും പറ്റില്ല, മടിയാ. തന്നെ വ്ളോഗൊക്കെ എടുക്കുന്ന പാർട്ടിയാ. ആ എന്താണ് ഗൈസ് നിങ്ങൾ ലൈക്ക് അടിക്കാത്ത? ലൈക്ക് അടിക്കൂ, ഷെയർ ചെയ്യൂ, കമന്റ് ചെയ്യൂ. അതൊക്കെ നല്ല ആക്റ്റീവായിട്ട് പറയാം. ചെറിയൊരു ചമ്മലേ ഉള്ളു. അതൊക്കെ ഇപ്പം 2 വീഡിയോക്കകത്ത് വന്നു കഴിയുമ്പോൾ അതൊക്കെ അങ്ങ് മാറും. ഇല്ലടാ. അപ്പോൾ ഇന്നത്തെ ഡ്രൈവിംഗ് ക്ലാസ് ഒക്കെ അവസാനിച്ചിരിക്കുന്നു. അപ്പോൾ നമുക്കിനി ഓഫീസിലോട്ട് പോകാം അല്ലേ? രാജേഷ് ബ്രോയുടെ അടുത്ത് പോയിട്ട് വീട്ടിലോട്ട് പോവാം. രാജേഷ് ബ്രോ ഇങ്ങോട്ട് വന്നോ? വന്നോ? ആ അതെ ഇവിടെ വന്നിട്ടുണ്ട്. ഭാര്യയെ കാണാഞ്ഞിട്ട് അന്വേഷിച്ചു വന്നായിരുന്നു. കുറച്ചു നേരമല്ലേ നമ്മൾ കൊണ്ടുപോയിട്ട്. ഇവിടെ കിടന്നേ മറ്റേ വണ്ടിയൊക്കെ ലോഡായി പോയോ അതോ വർക്ക്ഷോപ്പിലോട്ട് ഉണ്ടോ? 1-2 വണ്ടിയൊക്കെ ലോഡായി. 2 വർക്ക്ഷോപ്പിൽ കിടപ്പുണ്ട്. അപ്പോൾ ഞങ്ങളുടെ വണ്ടിക്ക് ലോഡില്ലേ? നിങ്ങൾക്കുള്ള ലോഡ് കിട്ടിയിട്ടില്ല, അതാണ് പ്രശ്നം. ലോഡ് കുറവാണ്. ഈ നമ്പർ അനുസരിച്ചല്ലേ ലോഡ് കയറ്റുന്നത്? നമ്പർ അനുസരിച്ചാണ്. പക്ഷേ അന്നേരം നിങ്ങൾക്കുള്ള വേറെ സ്ഥലങ്ങളിലേക്ക് വെറൈറ്റി ലോഡ് വേണ്ടേ? അങ്ങനെയുള്ള ലോഡുകൾ കിട്ടിയില്ല. ആദ്യം വരുന്ന വണ്ടിയല്ലേ ലോഡ്? അതൊക്കെ ശരി. അന്നേരം ഞാൻ പറയുന്നിടത്തോട്ട് കയറണം. നിങ്ങൾ അത് പറ്റിയല്ലോ നിങ്ങൾക്ക്. അത് പറ്റില്ല. ആദ്യം പറഞ്ഞ നമ്പർ അനുസരിച്ച് ഞാൻ ലോഡ് പറയാം, അങ്ങോട്ട് കയറണം. അതാണെങ്കിൽ ഓക്കെ. അത് പറ്റിയല്ലോ. നമ്മൾ എന്നും പോകുന്നിടത്തോട്ട് തന്നെ എങ്ങനെ പോകുന്നല്ലേ? ഇടയ്ക്ക് ഒരു വെറൈറ്റി വേണ്ടേ? അതുകൊണ്ടാ. നമ്മുടെ കോയ എങ്ങനെയുണ്ട്? പുരോഗമനം ഉണ്ടോ? പുരോഗമനം ഉണ്ട്, കുഴപ്പമില്ല അല്ലേ? പിന്നെ ഇവിടെ വന്നു സൈഡൊക്കെ പറഞ്ഞു തന്നായിരുന്നു. അല്ല അന്നേരം വേറൊരു കാര്യമുണ്ട്. ഇനിയിപ്പം വീട്ടിലൊരാളെ കൂടെ വെക്കണം, എന്നാലേ പരിപാടി നടക്കും. ഇവർ രണ്ടുപേരും വണ്ടി പോകുമ്പോൾ ഞാൻ അവിടെ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. അമ്മയുണ്ടല്ലോ അവിടെ. അമ്മയുണ്ട്, 3 പിള്ളേരും ഉണ്ട് വീട്ടിൽ. പിന്നെ ധാരാളം. അല്ല അന്നേരം പിള്ളേരെയൊക്കെ നോക്കാൻ ആൾ വേണ്ട. അമ്മയെ കൊണ്ട് പറ്റുമോ? എത്ര പ്രായം? രാവിലെ ആയിട്ട് പിള്ളേരുടെ കാര്യമൊക്കെ നോക്കിയിട്ട് ഒരു 9 മണിയാകുമ്പോൾ ഓഫീസിൽ വന്നാൽ മതിയല്ലോ അല്ലേ? വണ്ടി വെക്കുന്ന കറികൾ വെച്ചാൽ മതി. ഒരു കറി വെച്ചാലും മതി. അതെ, എനിക്ക് എഴുന്നേറ്റ് വരുമ്പോ ഫുഡൊക്കെ കിട്ടണം, അല്ലാതെ പറ്റത്തില്ല. അങ്ങനൊന്നും ഇല്ല സൂര്യ, ചുമ്മാ പറയുന്നതാണ്. അതൊക്കെ തന്നെ. വേറൊരു കാര്യമുണ്ട് സൂര്യ, എഴുന്നേറ്റ് വരുമ്പോ അവിടെ ആരും ഇല്ലെങ്കിൽ ഉണ്ടല്ലോ തന്നെ ഫുഡ് ഉണ്ടാക്കി കഴിച്ചോളൂ. അത് ഞങ്ങൾ കാൽക്കട്ടയ്ക്ക് കൊണ്ടുപോയപ്പോൾ നമുക്ക് മനസ്സിലായ കാര്യമാണ്. വിശക്കുമ്പോ തന്നെ ഉണ്ടാക്കിക്കോളൂ, തന്നെ വെച്ച് കഴിച്ചോളും. അതൊക്കെ ഇപ്പൊ ഇങ്ങനെ പറയും. അതുകൊണ്ട് കുഴപ്പമില്ല. അച്ഛമ്മ രാവിലെ കടുങ്കാപ്പിയൊക്കെ വെച്ച് കൊടുത്തോളൂ. കടുങ്കാപ്പിയും ഫുഡും ഉണ്ടാക്കി കൊടുത്തോളും. എന്റെ കാര്യം സാരമില്ല, എങ്ങനെയും വെക്കാൻ നോക്കാം. പിള്ളേരൊക്കെ എന്നാ ചെയ്യും? പിള്ളേരൊക്കെ അന്നേരം സൂര്യ ഇല്ലെങ്കിൽ വിഷമമാവും. അതൊന്നുമില്ല. സൂര്യ പിള്ളേരെ ഇല്ലാഞ്ഞിട്ട് സൂര്യക്കാണോ അല്ല പിള്ളേർക്കാണോ വിഷമം, അച്ഛനാണോ വിഷമം അറിയത്തില്ലല്ലോ. നമ്മുടെ വണ്ടിക്ക് ഇതുവരെ ലോഡായിട്ടില്ല. അപ്പം നാളെ ആകുമെന്നുള്ള പ്രതീക്ഷയോടെയാണ്. നാളെ ലോഡായി ഞങ്ങൾ പോകും കേട്ടോ. ഓക്കെ. ഓരോ ദിവസം അങ്ങനെ തന്നെയാ, നാളെ ആവും. അതിപ്പോ നമ്മൾ ഓരോ സ്ഥലത്ത് ചെന്ന് കിടക്കുമ്പോ അങ്ങനെയല്ലേ, എവിടെ നിന്ന് ലോഡ് നാളെ ആവും ഓർത്ത് കിടക്കല്ലേ. എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോ നാട്ടിൽ കിടക്കുന്ന ഓർത്താൽ മതി. അപ്പോൾ നമുക്ക് നാളെ ലോഡായെങ്കിൽ നമ്മുടെ പുതിയ യാത്രയുടെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.